ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം. ആർമി കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മധ്യപ്രദേശിലെ ആദിവാസി ക്ഷേമ മന്ത്രി കുൻവർ വിജയ് ഷായ്ക്കെതിരെ കേസെടുത്തിരുന്നു. മന്ത്രിക്കെതിരെ കേസെടുക്കാൻ ജബൽപൂർ ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയത്. മന്ത്രിയുടെ പരാമർശം പരിഹാസ്യവും നിന്ദ്യവുമെന്ന് കോടതി പറഞ്ഞത്. പരാമർശം മതസ്പർദ്ധയും സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ ശേഷിയുള്ളതാണെന്നും കോടതി നിരീക്ഷിച്ചു. ഇതിന് പിന്നാലെയാണ് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിജയ് ഷാ സുപ്രീം കോടതിയെ സമീപിച്ചത്. അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെ വലിയ വിമർശനമാണ് മന്ത്രി നേരിടേണ്ടി വന്നത്. രാജ്യത്തിന് അഭിമാനമായി മാറിയ സോഫിയ ഖുറേഷിക്കെതിരെ പരാമർശം നടത്തിയ കുൻവർ വിജയ് ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഷായുടെ അപക്വമായ പരാമർശത്തെ ബിജെപി വിമർശിച്ചിരുന്നു. പിന്നാലെയാണ് ക്ഷമാപണവുമായി വിജയ് ഷാ രംഗത്തെത്തിയത്. തന്റെ പ്രസ്താവന ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10 തവണ വേണമെങ്കിലും ക്ഷമാപണം നടത്താൻ തയ്യാറാണെന്നും സഹോദരിയേക്കാൾ കേണൽ ഖുറേഷിയെ താൻ ബഹുമാനിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിജയ് ഷാ നടത്തിയത് അങ്ങേയറ്റം അപമാനകരവും ലജ്ജാകരവും അസഭ്യവുമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചിരുന്നു. ബിജെപിയും RSSും സ്ത്രീവിരുദ്ധ മനോഭാവം പുലർത്തുകയാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. ഏപ്രിൽ 22-ന് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി അതേ സമുദായത്തിൽ നിന്നുള്ള ഒരു സഹോദരിയെ പാകിസ്ഥാനിലേക്ക് അയച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സഹോദരിയെ പാകിസ്ഥാനിലേക്ക് അയച്ചത്. നമ്മുടെ പെൺമക്കളെ വിധവകളാക്കിയവരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തത്. അവർ ഹിന്ദുക്കളെ കൊന്നു, ഞങ്ങളുടെ പെൺമക്കളെ വിധവകളാക്കി, അവരുടെ സിന്ദൂരം തുടച്ചു മാറ്റി. മോദിജി ഒരു സമുദായത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെന്നാണ് വിജയ് ഷാ പറഞ്ഞത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.